സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി സീനിയർ മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാറാണ്. നമസ്കാരം സാർ. നമസ്തേ സാർ. നമ്മൾ ഒരല്പം നമ്മുടെ മിസൈൽ പരീക്ഷണത്തെ കുറിച്ചാണ്, ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണത്തിലെ വാർത്തകളിലേക്കാണ് പോകുന്നത്. സാർ, K5 എന്നൊരു പുതിയൊരു മിസൈൽ, അതായത് അത് അന്തർവാഹിനിയിൽ നിന്നാണ് ആ മിസൈൽ വിക്ഷേപിക്കുന്നത്. സാർ, എന്താണ് K5? ഈ അന്തർവാഹിനിയിൽ നിന്നുള്ള മിസൈൽ നിക്ഷേപണം, അതായത് അന്തർവാഹിനിയിൽ നിന്നുകൊണ്ടാണ് ഈ മിസൈൽ നിക്ഷേപിക്കുന്നത്. സാർ, K5 എന്ത്, ഈ പുതിയ അന്തർവാഹിനിയിൽ നിക്ഷേപിക്കുന്ന ആ രീതി എന്ത്, ഇത് രണ്ടും ഒന്ന് പറയാമോ സാർ? ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ഏറ്റവും ആധുനികമായ K5 എന്ന സമുദ്രത്തിനടിയിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലിന്റെ പരീക്ഷണം നടന്നു. അതൊരു നിശബ്ദമായ പരീക്ഷണമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കേന്ദ്ര സർക്കാർ ഇതിനെക്കുറിച്ച് ഒന്നും വേണ്ടിയില്ല, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും ഇതിനെക്കുറിച്ച് ഒന്നും വേണ്ടിയിട്ടില്ല. പക്ഷേ ഇന്ത്യ ടുഡേ പോലുള്ള ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ മിസൈൽ രംഗത്ത്, മിസൈൽ നിർമ്മാണ വിക്ഷേപണ രംഗത്ത് ഇന്ത്യയുടെ വലിയ കുതിച്ചുചാട്ടമാണ്. എന്താണ് ഈ മിസൈലിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇനി വരാനിരിക്കുന്ന മിസൈല് ഇന്ത്യയുടെ അന്തർവാഹിനികൾക്ക് വേണ്ടിയുള്ളതാണ് ഇത്. ഇപ്പോൾ നമ്മൾ നിർമ്മിച്ച് നീറ്റിലിറക്കിയിരിക്കുന്നത് അരിഹന്ത് ക്ലാസ്സിൽപ്പെട്ട മിസൈൽ വഹിക്കുന്ന ആണവശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികളാണ്. അതിന് പറയുന്നത് ഷിപ്പ് സബ്മേർസിബിൾ ബാലിസ്റ്റിക് എന്നുള്ള രീതിയിലാണ് അതിനെ ഈ നാവികസേനാ വൃത്തങ്ങൾക്കിടയിൽ പറയുന്നത്. അതായത് രണ്ട് രീതിയിലുണ്ട്, SSN എന്നും SSBN എന്നും. ഷിപ്പ് സബ്മേർസിബിൾ ബാലിസ്റ്റിക് ന്യൂക്ലിയർ എന്ന് പറയുന്ന കാറ്റഗറിപ്പെട്ട അന്തർവാഹിനികളാണ് നമ്മളിപ്പോൾ നിർമ്മിച്ച് നീറ്റിലിറക്കിയിരിക്കുന്ന അരിഹന്ത് ക്ലാസ്. അത് അരിഹന്ത്, അരിഘാത്, നന്ദൻ, അങ്ങനെ പല 4 എണ്ണമാണ് നമ്മൾ നീറ്റിലിറക്കിയിരിക്കുന്നത്. ഇനി വരാൻ പോകുന്നത് S5 എന്ന് പറഞ്ഞ പേരിട്ടിട്ടില്ലാത്ത, ഇത് S4 ക്ലാസ് ആണ്. S5 എന്ന പേരിട്ടിട്ടില്ലാത്ത ഒരു കാറ്റഗറി അന്തർവാഹിനികൾ വരാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ കമ്മീഷൻ ചെയ്തിരിക്കുന്ന അന്തർവാഹിനികൾ ഏറ്റവും ഒടുവിൽ അതിൻ്റെ ഭാരം 7500 ടണ്ണാണ്. അതിന് ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് പറയുന്നത്. 13500 ടൺ ഡിസ്പ്ലേസ്മെന്റ് ഉള്ള അന്തർവാഹിനികൾ വരാനിരിക്കുന്നു S5. ആ S5-ൽ നിന്നായിരിക്കും ഈ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇന്നലെ എന്നല്ല, കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് പരീക്ഷണം നടത്തിയ K5 മിസൈല് വിക്ഷേപിക്കുന്നത്. ഇപ്പോൾ പരീക്ഷണം തൽക്കാലം നടത്തിയിരിക്കുന്നത് ഒരു സബ്മേർസിബിൾ പൊൻറ്റൂൺ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോറത്തിൽ നിന്നാണ്. ഇത് ഇപ്പോൾ പരീക്ഷണം നടത്തിയത് എങ്ങനെയാണ് ഇതിൻ്റെ ഈ മിസൈൽ വഹിക്കുന്ന അതിൻ്റെ ഒരു സൈലോസ് എന്ന് പറയും, അതിൽ നിന്നും ഇത് പുറത്തേക്ക് വന്നിട്ട് അത് നേരെ കടലിന് മുകളിലേക്ക് വന്നിട്ട് ആണ് അത് പ്രവർത്തനം തുടങ്ങുന്നത്. അപ്പോൾ അതൊരു ഗ്യാസ് ഇജക്ടറിന്റെ സഹായത്തോടു കൂടിയാണ് ഈ മിസൈലിൽ അത് സൂക്ഷിച്ചിരിക്കുന്ന ഭാഗത്ത് സൈലോസിൽ നിന്നും അത് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഈ പരീക്ഷണം വളരെ വിജയമായിരുന്നു. മിസൈല്, അതുപോലെ തന്നെ ഈ മിസൈല് അതിൻ്റെ റേഞ്ച്, ഇത് 6000 കിലോമീറ്ററോളം റേഞ്ചുള്ള ഒരു മിസൈലാണ്. അതായത് ഇന്ത്യയുടെ അഗ്നി 5-ന്റെ സമാനമായ റേഞ്ച് ആയിരിക്കും ഇത്. ഇതൊരു 3 ടൺ വരെ ഭാരമുള്ള വാർഹെഡ്, അതായത് ഈ ഒരു ന്യൂക്ലിയർ വാർഹെഡോ അതായത് ന്യൂക്ലിയർ ബോംബോ അതല്ലെങ്കിൽ പരമ്പരാഗതമായ പോർമുനകളോ വഹിക്കുന്നതായിരിക്കും ഈ മിസൈൽ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ 6000 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു മിസൈല് അത് നമുക്ക് ഒരു ശത്രു രാജ്യത്തിൻ്റെ വളരെ ദൂരെ നിന്നും നമ്മുടെ അന്തർവാഹിനിക്ക് വിക്ഷേപിക്കാൻ പറ്റും. ഇപ്പോൾ മുഖ്യമായിട്ട് ഇപ്പോൾ ചൈനയുടെ കാര്യം എടുക്കാം. ചൈനയിൽ നിന്നും ഒരു 5000 കിലോമീറ്റർ അകലെ കിടക്കുന്ന ഒരു അന്തർവാഹിനിയിൽ നിന്നായിരിക്കും ഈ മിസൈൽ വിക്ഷേപിക്കുന്നത്. കാരണം ഈ അന്തർവാഹിനി എപ്പോഴും സുരക്ഷിതമായിരിക്കും. ചൈനയുടെ ഒരു പ്രത്യാക്രമണം ഇതിനു മേലുണ്ടാകില്ല. ഈ ആണവശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികളാണ് ഈ SSBN അഥവാ
ഷിപ്പ് സബ്മേഴ്സിബിൾ ബലിസ്റ്റിക് ന്യൂക്ലിയർ എന്ന സാങ്കേതിക നാമത്തിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇത്തരം അന്തർവാഹിനികൾ ഒരു രാജ്യത്തിന്റെ ന്യൂക്ലിയർ ട്രയാഡ് കംപ്ലീറ്റ് ചെയ്യും. ന്യൂക്ലിയർ ട്രയാഡ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം നമ്മുടെ കൈവശം അണ്വായുധം ഉള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല. ഈ അണ്വായുധം, നമ്മുടെ കൈവശം ഇരിക്കുന്ന അണ്വായുധം ശത്രു രാജ്യത്തെ ലക്ഷ്യസ്ഥാനത്തിൽ അവിടെ കൊണ്ടുപോയിടണം. അത് എങ്ങനെയൊക്കെയാണ് സാധിക്കുന്നത്? 3 തരത്തിലാണ്. ഒന്ന്, നമുക്ക് വിമാനങ്ങൾ, ബോംബർ വിമാനങ്ങളോ അതല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയുടെ കൈവശമുള്ള SU-30 പോലുള്ള വിമാനങ്ങൾക്കോ റഫാലിനോ ഒക്കെ അണ്വായുധം വഹിച്ച് പറക്കാം, അതിനുള്ള ശേഷിയുണ്ട്. പക്ഷേ അത് കുറച്ചുകൂടെ അപകടകരമാണ്. കാരണം വിമാനങ്ങൾ വിമാനവേധ മിസൈലുകളുടെ ആക്രമണങ്ങൾക്ക് എപ്പോഴും വിധേയമായിരിക്കും. ചിലപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ മുകളിൽ വെച്ച് തന്നെ അത് തറന്നു വീഴാം. അതിനാണെങ്കിൽ ആ ബോംബ് ഇവിടെ തന്നെ വീഴും. അപ്പോൾ ഇപ്പോൾ ആരും ഈ ഒരു മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് ന്യൂക്ലിയർ ബോംബ് കൊണ്ടുപോകാൻ ആരും തയ്യാറാവില്ല. അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കണമെങ്കിൽ പാകിസ്ഥാന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ വളരെ റേഞ്ച് കുറവാണ് അവരുടെ ഷഹീൻ പോലുള്ള മിസൈലുകൾക്കൊക്കെ. പിന്നെ രണ്ടാമതാണ് ആദ്യം ഞാൻ പറഞ്ഞു, അണ്വായുധം ശത്രു രാജ്യത്തെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടുപോയിടണമെങ്കിൽ നമുക്ക് വേണ്ടത് ബോംബർ വിമാനങ്ങളോ മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റുകളോ ആണ്. അതല്ലെങ്കിൽ നമുക്ക് മിസൈലുകൾ വേണം, ബാലിസ്റ്റിക് മിസൈലുകൾ. അല്ലെങ്കിൽ ചില തരം വഹിക്കാൻ ശേഷിയുള്ള ക്രൂയിസ് മിസൈലും ആവാം. മിസൈലുകളാണ് ഒരു അടുത്ത ഘടകം. പക്ഷെ അവിടെയും ഈ മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്നിടത്ത് ശത്രുവിന്റെ ആക്രമണം ഉണ്ടാകാം. മിസൈൽ പ്രതിരോധ മിസൈലിന് അങ്ങനെ നിശബ്ദമായിട്ടല്ല. ഒരു മിസൈൽ വിട്ടതിന് ശേഷം അതിന്റെ ആ ഉത്ഭവസ്ഥാനം ശത്രു കൃത്യമായിട്ട് കണ്ടുപിടിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു മിസൈൽ അവിടെ നിന്ന് വിക്ഷേപിക്കാൻ പറ്റില്ല. അവിടെയാണ് ഈ അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാൻ പറ്റുന്ന മിസൈലിന്റെ സാങ്കത്യം. അതായത് ഈ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ അത് ശബ്ദമുണ്ടാക്കാതെ സമുദ്രത്തിനടിയിൽ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷം അതിന് കിടക്കാൻ പറ്റും. അപ്പോൾ പാകിസ്ഥാന്റെ തീരത്തു നിന്നും ഒരു 300 കിലോമീറ്ററോ 500 കിലോമീറ്ററോ അകലെ ഒരു അന്തർവാഹിനി പോയി അണ്വായുധം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു അന്തർവാഹിനി ആഴക്കടലിൽ അടിത്തട്ടിൽ പോയി കിടന്നാൽ ഒരു തരത്തിലും അറിയാൻ പറ്റില്ല. അവർക്ക് ഇന്ത്യക്ക് നേരെ ഒരു ന്യൂക്ലിയർ ഒരു ആക്രമണം ഉണ്ടായെന്നിരിക്കട്ടെ, നമ്മുടെ ചില ബലിസ്റ്റിക് മിസൈലുകൾ നശിപ്പിക്കപ്പെട്ടെന്നിരിക്കട്ടെ, അപ്പോൾ നമ്മൾ നമ്മുടെ സൈനിക ആസ്ഥാനത്തു നിന്നും ഈ അന്തർവാഹിനിയിലേക്ക് ഒരു സന്ദേശം പോവുകയാണ്. ഈ സന്ദേശം അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ അന്തർവാഹിനിയിൽ നിന്നും 2 or 3 ബാലിസ്റ്റിക് മിസൈലുകൾ പറന്നുയരും. അത് ശത്രു രാജ്യത്തെ പോയി നശിപ്പിക്കും. അത് എവിടെ നിന്നാണ് വന്നതെന്ന് പോലും അറിയാൻ പറ്റില്ല. കാരണം അന്തർവാഹിനി ഈ മിസൈലുകൾ വിക്ഷേപിച്ച ശേഷം അന്തർവാഹിനി വീണ്ടും യാത്ര തുടരും. നിശബ്ദമായിട്ട് സോണാറിന്റെയോ അല്ലെങ്കിൽ മറ്റു റഡാറുകളുടെയോ ഒന്നും തരംഗങ്ങൾക്ക് ദൃശ്യമല്ലാത്ത ഈ ഇടയ്ക്കൊന്ന് ഇടപെടുകയാണ് സാർ. ഇത് സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ സാർ ഈ പറഞ്ഞതുപോലെ റഡാറിന്റെ വലയത്തിൽ വരാതിരിക്കും അല്ലെ സാർ? വളരെ വളരെ ഗോപ്യമായിട്ട് രഹസ്യമായിട്ട്. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ മാത്രമല്ല, ഇത് ശബ്ദം വരില്ല. അക്യൂസ്റ്റിക് സിഗ്നേച്ചർ എന്ന് പറയും അതിന്. അതായത് ശബ്ദം ഉണ്ടായിട്ട് അതിൽ നിന്നും ഉണ്ടാകുന്ന കണ്ടെത്തൽ അതിന് സാധ്യതയില്ല. വികിരണങ്ങൾ, അതിന്റെ വികിരണങ്ങൾ അല്ലേ സാർ? ഇതിന്റെ വികിരണങ്ങൾ ഒരിക്കലും റഡാറിൽ പതിയില്ല. അതുപോലെ തന്നെ ഇത്തരം അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾക്ക് ഓക്സിജൻ വലിച്ചെടുക്കാനായിട്ട് കടലിന്റെ ഉപരിതലത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല. അത് അതിനുള്ളിൽ തന്നെ ഉത്പാദിപ്പിക്കും. മനസ്സിലായി സാർ. അപ്പോ ഒരു തരത്തിലും ഇത് ദൃശ്യമല്ല. പിന്നെ ഇത് വളരെ ചെറിയ ശബ്ദമേ ഇതിന്റെ ആണവ റിയാക്ടറുകൾ, ഇതിന് ശക്തി കൊടുക്കുന്നത് ആണവ റിയാക്ടറാണ് ഇതിന്റെ എഞ്ചിനായിട്ടുള്ളത്. അത് വളരെ നേരിയ സൗണ്ട് മാത്രമേ പുറപ്പെടുവിക്കുള്ളൂ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് എത്ര 1000 കിലോമീറ്റർ വേണമെങ്കിലും സഞ്ചരിക്കും, എത്ര നാൾ വേണമെങ്കിലും സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കിടക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആണവ ശക്തി കൊണ്ട് അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ ഇന്ത്യ, ചൈന, റഷ്യ, ഫ്രാൻസ്, UK, US ഇത്രയും രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഈ ടെക്നോളജി ആരും കൊടുക്കില്ല. പാകിസ്ഥാനും ചൈനയൊന്നും ഇത് കൊടുക്കില്ല. കാരണം ഇത് അത്ര രഹസ്യമുള്ള ഒരു ടെക്നോളജിയാണ്. പാകിസ്ഥാൻ ഒരിക്കലും അങ്ങനെ ഒരു അന്തർവാഹിനി വാങ്ങിക്കാമെന്ന് പറഞ്ഞ പോലെ ചൈന കൊടുത്താലേ അവർക്കുള്ളൂ. ചൈന കൊടുക്കില്ല. അങ്ങനെ ആരും വേറൊരാൾക്ക് അങ്ങനെ ഇത്തരം അന്തർവാഹിനി കൊടുക്കാറില്ല. കാരണം ഇത് വലിയ ടെക്നിക്കൽ സീക്രട്ട് ആണ്. സാർ. അപ്പോ
ആ, ഈ അന്തർവാഹിനികൾ നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ കെ മിസൈലുകളിൽ ഉം. പരമാവധി റേഞ്ച് ഉണ്ടായിരുന്നത് K4 എന്ന് പറയുന്ന മിസൈലാണ്. ആ K4. K4ന് 3500 കിലോമീറ്ററാണ് ഉം. പരമാവധി റേഞ്ച്. നമ്മുടെ കൈവശം നമ്മുടെ ഇപ്പോഴത്തെ അന്തർവാഹിനികൾ ഘടിപ്പിച്ചിരിക്കുന്ന രണ്ട് തരത്തിലുള്ള ഉം. അന്തർവാഹിനികളിൽ നിന്നും പിന്നെ ലോഞ്ച് ചെയ്യുന്ന ബാലിസ്റ്റിക് മിസൈൽ ഉണ്ട്. ഒന്ന് K15, അതിന് വെറും 750 കിലോമീറ്റർ മാത്രമേ റേഞ്ച് ഉള്ളൂ. അതിന്റെ മനസ്സിലായി അടുത്തത് K4, അതിന് 3500 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. അത് മനസ്സിലായി. വളരെ പവർഫുൾ ആണ്. ഇപ്പൊ വരാനിരിക്കുന്നത് K5, ഇപ്പൊ പരീക്ഷണം വിജയകരമായി നടത്തിയത് ഉം. K5 ആണ്. K4 കഴിഞ്ഞു, K5 അത് 6000 കിലോമീറ്റർ ഉണ്ട്. ഉം. 6000. K4ന്റെ റേഞ്ച് 3500. ഓ, ഇത് 6000. ഉം. K5ന്റേത് 6000 കിലോമീറ്റർ. അപ്പോ മനസ്സിലായി. സ്വാഭാവികമായിട്ടും ഇത് വലിയ റേഞ്ചുള്ള, അതായത് നമ്മുടെ അന്തർവാഹിനികൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം നൽകുന്ന, അത് ഒരു 5000 കിലോമീറ്റർ അകലെ നിന്നൊക്കെ മിസൈൽ വിക്ഷേപിക്കുന്ന അന്തർവാഹിനി എങ്ങനെ കണ്ടെത്താനാണ്? തീർച്ചയായിട്ടും. ഇത് ഇന്ത്യ ഈ മിസൈലുകള് അഗ്നി മിസൈലുകളെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ചാണ്. പക്ഷെ അഗ്നി മിസൈലുകളെക്കാൾ ആധുനികമായ ടെക്നോളജിയാണ്. സെൻസറുകളാകട്ടെ, പ്രൊപ്പല്ലൻ സിസ്റ്റം ആകട്ടെ, എല്ലാം തന്നെ വളരെ ആധുനികമാണ്. ഉം. ഈ മിസൈലുകളിൽ പേരിട്ടിരിക്കുന്നത് കലാം എന്നാണ്. അതിനാണ് K മിസൈൽ എന്നുള്ള പേര് വന്നിരിക്കുന്നത്. മനസ്സിലായി. കലാം. ഉം. ഈ മിസൈലുകൾ ഭാരം വളരെ കുറഞ്ഞതാണ്. ഉം. അതുപോലെ തന്നെ ഈ സമുദ്രത്തിനടിയിൽ നിന്നും കൃത്യമായിട്ട് പിന്നെ ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന അതിന്റെ ഉം. സൈലോകളിൽ നിന്നും പിന്നെ പുറത്തേക്ക് പുറം തള്ളുന്നു, ഇജക്ട് ചെയ്യുന്നു. അത് ഉപരിതലത്തിൽ എത്തിയിട്ട് അത് പ്രവർത്തന നിരതമാവുന്നു. അത് ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്നു. അത് പിന്നെ സ്വാഭാവികമായിട്ടും ഈ ശത്രുവിന്റെ ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടുപിടിച്ചിട്ട് അത് പിന്നെ സാധാരണ ഒരു ബാലിസ്റ്റിക് മിസൈൽ തന്നെയാണ് പിന്നീട്. അതായത് അപ്പോ ഒരു സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയം, ഇത് പോകുന്നത് കടലിനടിയിൽ കൂടെ തന്നെയാണോ സാർ പോകുന്നത്? ഇത് ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് കടൽ മാർഗം തന്നെയാണ്? അല്ല. ഓ, അന്തർവാഹിനിയിൽ നിന്നും മിസൈൽ വേർപെടുത്തി കഴിഞ്ഞാൽ അത് വേർപെടുത്തിയ മിസൈല് സമുദ്ര ഉപരിതലത്തിലേക്ക് പൊങ്ങി വന്നിട്ട് ആ ഉപരിതലത്തിൽ എത്തുമ്പോഴാണ് ഇത് പ്രവർത്തനം തുടങ്ങുന്നത്. അത് പിന്നീട് വലിയ വേഗതയിൽ മുകളിലേക്ക് കുതിക്കുന്നു. ഭൗമാന്തരീക്ഷത്തിന് പുറത്തേക്ക് പോയിട്ട് അവിടെ നിന്നും ഇത് താഴേക്ക് ലക്ഷ്യസ്ഥാനത്തിലേക്ക് റീ എൻട്രി നടത്തും. എല്ലാ ബാലിസ്റ്റിക് മിസൈലുകളും അങ്ങനെ തന്നെയാണ്. അങ്ങനെ അതിന്റെ ഒരു ടെർമിനൽ വെലോസിറ്റി, അതായത് അതിന്റെ അന്ത്യ പിന്നെ ഭാഗത്ത് അത് മാക്ക് 20-25 എന്നൊക്കെ പറയുന്ന ശബ്ദത്തിന്റെ 20-25 ഇരട്ടി വേഗതയിലേക്ക് ഇത് എത്തുകയാണ്. ചോദിച്ചത്. അപ്പൊ സാർ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന്റെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നാണ് എന്ന് ശത്രുവിന് അറിയാൻ കഴിയില്ല. അതാണ് മെയിൻ പോയിന്റ് അല്ലേ സാർ? അതെ, തീർച്ചയായിട്ടും. ഇത് പിന്നെ സമുദ്രത്തിനടിയിലെ എവിടെയാണ് ഇതിന്റെ ലൊക്കേഷൻ, ഈ അന്തർവാഹിനി സ്ഥിതി ചെയ്യുന്നതെന്ന് ശത്രുവിനെ അറിയിക്കാതെ ഇത് പലപ്പോഴും സെക്കൻഡ് സ്ട്രൈക്കിനാണ്. ആദ്യം നമ്മുടെ നേരെ ഒരു അണ്വായുധം പ്രയോഗിച്ചു കഴിയുമ്പോൾ തിരിച്ച് ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ കൈവശമുള്ള അണ്വായുധമൊക്കെ നശിപ്പിക്കപ്പെട്ടാലും നമ്മുടെ കൈവശം ഈ സമുദ്രത്തിൽ നമ്മൾ സൂക്ഷിച്ചിരിക്കുകയാണ് ഈ ബോംബുകൾ. അപ്പൊ നമ്മുടെ കരയിൽ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടാലും, ഇപ്പൊ പാകിസ്ഥാന്റെ നൂർഖാൻ എയർബേസ് ഇന്ത്യ ആക്രമിച്ച് തകർത്തു, അല്ലെങ്കിൽ ഇറാന്റെ പിന്നെ ദക്ഷിണ ഭാഗത്തുള്ള ഇറാന്റെ ആണവ പിന്നെ യുറേനിയം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ അമേരിക്ക തകർത്തു. പക്ഷേ ഈ പറയുന്ന രീതിയിലുള്ള അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കപ്പെടാൻ ശക്തിയുള്ള അല്ലെങ്കിൽ അതിന് ആ ടെക്നോളജിയുള്ള മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകളുള്ള ഒരു രാജ്യത്തിന് അതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം ആ രാജ്യത്തിന്റെ 6-7 അന്തർവാഹിനികൾ ഒരു 20-30 ബോംബുകളുമായിട്ട് സമുദ്രത്തിന്റെ അടിയിൽ പലയിടത്തും കറങ്ങിടപ്പുന്നുണ്ടാവും. അവ ഉടൻ തന്നെ നിർദ്ദേശം കിട്ടിയാൽ വിക്ഷേപണം നടത്തും. അതായത് ശത്രുവിന് പിന്നീട് ഒരു രക്ഷയുമില്ല. ശത്രുവിന്റെ അവസാനത്തെ ആ ഒരു പിടച്ചിലിനും ആരും വില കൊടുക്കില്ല. ഇതിന്റെ നമ്മുടെ ഒരു രത്നച്ചുരുക്കത്തിൽ കരയിലുള്ളതിനേക്കാൾ ശക്തി കടലിലുള്ളതിന് ഉണ്ടാകും. അതായത് അന്തർവാഹിനിയിൽ നിന്ന് വരുന്നത് കരയിലുള്ളതിനേക്കാൾ ഏറ്റവും ബലവത്തായിരിക്കും. പ്രത്യേകിച്ച് പാകിസ്ഥാൻ പോലുള്ള നമ്മുടെ ശത്രു രാജ്യമൊക്കെ ഇനി ഇന്ത്യയെ ശരിക്ക് കരുതണം, ശരിക്ക് പേടിക്കണം അല്ലെ? ഇത്തരം മിസൈലുകൾ നമ്മൾ തീർച്ചയായിട്ടും പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങൾ പേടിക്കണം. ചൈനയ്ക്ക് നമ്മൾ തുല്യ ശക്തിയായിട്ട് മാറുകയാണ്. ചൈനയും ഒരു കാരണവശാലും
ഇന്ത്യക്കെതിരെ അതിക്രമങ്ങൾക്ക് മുതിരില്ല. എന്തായാലും ശരി, ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും സാർ, വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. തീർച്ചയായിട്ടും സാർ. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സാർ, താങ്ക് യു.